ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കാണണം. അതായത് ഏതൊരു സ്കൂളിൽ ഒരു കണ്ണിന് കാഴ്ചക്കുറവുള്ള ഒരു അധ്യാപകൻ ഒരു കുട്ടീനെ ചൂരലും കൊണ്ട് തല്ലിയെന്ന് പറഞ്ഞിട്ട് അത് വലിയ പ്രശ്നമായിട്ട് ആ അധ്യാപകൻ വന്ന് മാപ്പ് പറയുകയുണ്ടായി. എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ഞാൻ 4ാം ക്ലാസ് വരെയും പഠിച്ചത് സാധാരണ ഒരു പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു. 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിൽ കൊണ്ട് എന്നെ CBSE സ്കൂളിൽ കൊണ്ട് ചേർത്തു. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ആ സ്കൂളിൻ്റെ പേരൊന്നും പറയുന്നില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ടാവും, അവർക്കറിയാം. അപ്പോൾ 5ാം ക്ലാസ്സിൽ ചെന്ന് ചേർന്നപ്പോൾ ആ സ്കൂളിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാമുള്ളൂ. അപ്പോൾ മലയാളം പറയുന്നവരെ ടോക്കിംഗ് ഇൻ മലയാളം എന്ന് പറഞ്ഞിട്ട് ബോർഡിൽ എഴുതി വയ്ക്കും. അതിലാദ്യം എൻ്റെ പേരായിരിക്കും വരുന്നത്, കാരണം എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല. പിന്നെ ഒരു പ്രാവശ്യം ആ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ വീണ്ടും ഇങ്ങനെ പേര് വരാൻ തുടങ്ങിയപ്പോൾ അവർ റോഷൻ തമ്പി റേസ് ടു 1, റേസ് ടു 2, റേസ് ടു 3, അങ്ങനെ റേസ് ടു 10, 20, 25, 30, അങ്ങനെ 100 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ആദ്യമൊക്കെ എന്നെ അടിക്കുമായിരുന്നു, പിന്നെ എന്നെ ക്ലാസ്സിൽ നിന്ന് വെളിയിൽ നിർത്തും. എന്നിട്ട് ഇതിനൊരു മാറ്റമില്ല. എന്നിട്ട് ക്ലാസ് ടീച്ചർ എന്താ ചെയ്തതെന്നറിയോ? മുട്ടുകാലയിൽ നിർത്തിക്കും. അതായിരുന്നു അവിടുത്തെ റൂള്. ഒരു പീരീഡ് നിർത്തിച്ചു, പിന്നെ അത് 2 പീരീഡ് നിർത്തിച്ചു, പിന്നെ ഉച്ചവരെ നിർത്തിച്ചു, പിന്നെ അങ്ങനെ ഒരു ദിവസം മൊത്തം നിർത്തിച്ചു. കുറേ ടീച്ചർമാർക്ക് എന്നോട് അനുകമ്പ തുടങ്ങിയിട്ട് എന്നെ ക്ലാസ്സിൽ കയറ്റിയിരുത്തും, അവരുടെ റിസ്കിൽ. അങ്ങനെ ഞാൻ ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, വേറെ കുറച്ച് നൊട്ടോറിയസ് ആയിട്ടുള്ള കിഡ്സും ഉണ്ട്, എൻ്റെ കൂടെ ക്ലാസ്മേറ്റ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ മാസങ്ങളോളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എൻ്റെ മമ്മി സ്കൂളിൽ വന്നു. അതായത് ഞാൻ ഭക്ഷണം കൊണ്ടുവരാൻ മറന്നുപോയി. അങ്ങനെ സ്കൂളിൽ വന്ന് എനിക്ക് ഭക്ഷണം കൊണ്ടുതരാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ മുട്ടുകുത്തി നിൽക്കണേ എൻ്റെ മമ്മി കണ്ടു. അങ്ങനെ മമ്മി അത് പ്രശ്നമാക്കി എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടി. ഇപ്പോൾ എൻ്റെ മുട്ട ഇരിക്കണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വരും, കാരണം എൻ്റെ മുട്ടിന് നല്ല തഴമ്പും നല്ല കറുത്തും ഇരിക്കണേ. എന്നിട്ട് ഞാൻ അതിലൂടെ കടന്നുപോയി. അങ്ങനെ ഞാൻ നൊട്ടോറിയസ് കിഡായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ചെയ്തു. അപ്പോൾ ആ മാഷ് ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്, ചൂരലും കൊണ്ട് അടിച്ചു. അതുകൊണ്ട് ആ മാഷ് സോറി പറയേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ മാഷ് ഒരു കാലത്തും ഒരു രീതിയിലും വിഷമിപ്പിക്കേണ്ട, അതിനും മോശമായ രീതിയിൽ കടന്നുപോയ വ്യക്തികളാണ് ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.